ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഹൗസ് വാമിങ് വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടാണ് സുജിത്ര എന്ന് പറയും. അവളുടെ ഹൗസ് വാമിങ്ങിന് ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് പോയിട്ട്. ഇത് ജിജിത, ഇത് ദേവിക, അവളുടെ കുട്ടിയാണത്. ഇത് ജിജിതയുടെ കുട്ടി. പിന്നെ ഞങ്ങളൊരു ഫ്രണ്ടിനെയും കൂടി കാത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് എൻ്റെ മോനാണ്. അപ്പോൾ അവളും കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് കാത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും അവളിതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ പോകും. അപ്പോൾ നടന്നിട്ട് അങ്ങനെ പോയിട്ടാണ്. അപ്പോൾ ഇത് ശരണ്യ എന്ന് പറഞ്ഞ അവളെയാണ് ഞങ്ങൾ കാത്തുന്നുണ്ടായിരുന്നത്. ശരണ്യ ഹായ് പറ. അപ്പം എല്ലാവരും ചോദിക്കും ഹൗസ് വാമിങ്ങിന് പോകുമ്പോൾ എന്താ ഒന്നും കൊണ്ടുപോകാത്തേന്ന്. ഞങ്ങൾ ഗിഫ്റ്റായിട്ടൊന്നും കൊണ്ടുപോകല്ലേ, ഇത് ക്യാഷായിട്ട് പൈസ കൊടുക്കുക ചെയ്തട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടീനെ ഞങ്ങൾ ആരെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചാൽ അവൻ ആരത്തേക്കും വരുന്നില്ലായിരുന്നു. അതിന് പരിചയപ്പെടുണ്ടായിരുന്നുണ്ട്. ആരത്തേക്കും അവൻ വരുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ കരയിപ്പിക്കുന്ന വെച്ചിട്ട് പിന്നെ അങ്ങനെ പോയി. അപ്പോൾ ഓട്ടോ വിളിച്ച് പോകേണ്ട ദൂരം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അത്രയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നു. പിന്നെ കുറച്ച് ദൂരം എത്തും നടന്ന് പോവുകയാണെങ്കിൽ നമുക്ക് സംസാരിച്ചിട്ട് അങ്ങനെ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ പോരുമ്പോൾ ഞങ്ങൾ ഓട്ടോ തന്നെ കേട്ടോ പോകുന്നത്. നടക്കാനായിരിക്കും വഴിയായിരുന്നു. അപ്പം ഞാൻ ഫോൺ ഇവരുടെ കയ്യിൽ കൊടുത്തു, വീഡിയോ എടുത്തു പറഞ്ഞിട്ട്. കാരണം എന്നെയും കാണണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ കൊടുത്തു. അപ്പോൾ ഇത് കൂടെ വരുമ്പോൾ എന്ന് പറയും പാടങ്ങളുടെയൊക്കെ സൈഡിൽ കൂടെ നടുക്കിൽ കൂടെ റോഡാണ്. കണ്ടപ്പോൾ നല്ല രസം. കാരണം കുറേ കാലമായി അങ്ങനെയൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ അവസാനം അവളുടെ വീട് എത്തിയിട്ടാണ്. അപ്പോൾ ഇതാണ് സുചിത്ര എന്ന് പറയുന്ന കുട്ടി. ഹായ് പറ. ഹായ്. വരുന്നു. അപ്പോൾ അവളുടെ ചേട്ടനാണ് ഈ റെഡ് ഷർട്ട് ഇട്ടുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് വേറെ എന്തെങ്കിലും കാണാൻ പറ്റി. മുൻപ് പഠിച്ചതാണ്. 5ാം ക്ലാസ്സിൽ 5 to 7 പഠിച്ചിട്ടുണ്ടായിരുന്നു. കോളം കാണാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും പോയിട്ട് കണ്ടു കേട്ടോ. വീടൊക്കെ എല്ലാവരും പോയി കണ്ടു. കുഴപ്പമില്ല. ഇവരവിടെ അതിനെ പോയിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ദൂരം കുട്ടീനെ എടുത്ത് നടന്നതല്ലേ. ഇപ്പോൾ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ വന്ന വഴി അവിടെ സെറ്റായി. ഞങ്ങൾ നടന്നു വന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പരാതികളോട് പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം പറഞ്ഞ് അങ്ങനെ ഇരുന്നു. വീടൊക്കെ അടിപൊളി വീടാണ് കേട്ടോ. പക്ഷേ കുറച്ച് ഉള്ളിലേക്കാണെന്നുള്ള ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ റോഡ് സൈഡൊക്കെ തന്നെയാണ്, ഉള്ളിലാണെന്ന് മാത്രം. പക്ഷെ അവർക്ക് കുഴപ്പമില്ല. അവർക്ക് 2 പേർക്കും വണ്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് പോയതാട്ടോ. അവിടെ പോയപ്പോൾ നല്ല വെയിലായിരുന്നു. എന്നാലും വെറുതെ ചുമ്മാ ഒന്ന് പോയി. ഒരു ഭൂമിയിലൊരു വീടെന്ന് പറയുന്നത് അതൊരു ഭാഗ്യം തന്നെയാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുമ്പോൾ അത് എല്ലാവരുടെയും സ്വപ്നം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടിയിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് ഫോട്ടോ എടുത്തു. അപ്പോൾ സുചിത്രേനെ വിളിച്ചു. ഈ സാരി കണ്ടില്ലേ, അവളാണ് സുചിത്ര. അപ്പോൾ അവളുടെയാണ് ഹൗസ് വാമിങ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവൾ ഫുൾ ബിസി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വിളിച്ചതാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ട് ഏറ്റവും ലാസ്റ്റ് ഞങ്ങളാണിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ പോയിട്ട് കഴിച്ചു. എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച്. ഇതാണ് അവളുടെ വീട്. അപ്പോൾ
കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വീട് തന്നെയാണ്. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കും അവൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായി. അപ്പോൾ അവളടുത്തും അവളുടെ എൻ്റെ അടുത്തൊക്കെ തട്ടിയും ബായൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഓട്ടോ ഒക്കെ വിളിച്ച് നടന്നില്ല കേട്ടോ, ഞങ്ങളങ്ങനെ പോകും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.